എന്റെ സുന്ദരി. ആമ്പൽ പൂമാല ഇട്ടാലും സുന്ദരി തന്നെ. ശ്യാമരാധ. എടോ, എന്താ കണ്ണു നിറയുന്നേ? ഞാൻ കളിയൊക്കെയൊന്നുമല്ല. അതൊന്നും കൊണ്ടല്ല ഞാൻ കരഞ്ഞത്. പിന്നെ സന്തോഷം കൊണ്ട. സന്തോഷ കണ്ണീര്. അത് ഈ മാല തന്നതുകൊണ്ടൊന്നുമല്ല. സാറിന്റെ സ്നേഹം, ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. കഴിഞ്ഞതൊക്കെ മറക്കടോ. കണ്ണീരിന്റെ നനവുള്ള ഓർമ്മകളെ മനസ്സിൽ നിന്ന് മാച്ചു കളയണം. അല്ലെങ്കിൽ അതെ, ഇടയ്ക്കിടെ പിന്നെയും നമ്മളെ നോവിക്കും. അതൊക്കെ വിട്. എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. എന്താ സർ? നമുക്ക് ഒരു യാത്ര പോകണ്ടേ? കഴിഞ്ഞത് നമ്മുടെ രണ്ടാമത്തെ കല്യാണം. ഓ, ഇനി നമ്മുടെ രണ്ടാമത്തെ ഹണിമൂൺ. അതൊന്നും വേണ്ട സർ. അതൊക്കെ വേണം. പ്ലീസ് സർ, അതൊന്നും വേണ്ട. അങ്ങനെയൊന്നും പറഞ്ഞാ ഞാൻ സമ്മതിക്കില്ല. ഇനി മുതൽ അങ്ങോട്ട് റൊമാൻറ്റിക് ഡേയ്സ്. റൊമാൻറ്റിക് ഡേയ്സോ? തന്നോടുള്ള പ്രണയം എന്റെ അവകാശ. അത് നിഷേധിക്കരുത്. മോനെ, കാപ്പി കുടിക്കാൻ വരുന്നില്ലേ? ദാ വരുന്നു അമ്മേ. നമ്മൾ ഇങ്ങനെയാ കാപ്പി കുടിക്കാൻ പോകുന്നത്. അയ്യോ സർ, അമ്മയോ ഐശ്വര്യ എടുത്തിയോ കണ്ടോ? കണ്ടാലെന്താ? കാണട്ടെ, കാണണം. എന്റെ സ്വന്തം ഭാര്യയെ ചേർത്ത് പിടിച്ച് എനിക്ക് നടന്നൂടെ? അത് കൊള്ളാലോ. പ്ലീസ് സർ. വാ, നടക്ക്, തം വാ. വരുന്നമ്മേ, ചില സിനിമയിലെ പോലെ റൊമാൻറ്റിക് ആയിട്ട്. ഇതൊരു വീടല്ലേ? അമ്മയും അച്ഛനും സഹോദരങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കണ്ടേ? എന്തൊരു നാണക്കേടാ ഇത്. ഐശ്വര്യക്ക് എന്തിനാ ഇത്ര ഫ്രസ്ട്രേഷൻ? അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ, പിള്ളേരൊന്നും അല്ലല്ലോ. നിങ്ങൾ ന്യായീകരിക്കും, അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്ത് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഇതൊരു വീടാണെന്ന് ഓർക്കുന്നത് നല്ലതാ. ഞാൻ തന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന കണ്ടിട്ട് ഐശ്വര്യ അടുത്തേക്ക് ഒട്ടും സുഖിക്കുന്നില്ല. അതാ മുഖത്ത് കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നത്. ഇതെന്താ അമ്മയെ ഐശ്വര്യ അടുത്ത് ദേഷ്യപ്പെട്ട് നിൽക്കുന്നത്? ഇവിടെ വല്ല പ്രശ്നം ഉണ്ടായി അമൃത അടുത്ത്? ഇവിടെ പ്രശ്നമൊന്നുമില്ല. ആരും പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. ഇതൊരു കൂട്ടുകുടുംബമാണെന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ഐശ്വര്യ അടുത്തിന്റെ പെടലിക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഒരു വെട്ടല് പോലെ. എന്റെ പെടലിക്ക് ഒരു കുഴപ്പമില്ല, ചിലരുടെ കണ്ണുകൾക്കാ കുഴപ്പം. ഗുഡ് മോർണിംഗ് ബെസ്റ്റ് കപ്പിൾസ്. ഗുഡ് മോർണിംഗ്. മണവാളനും പുതുപ്പെണ്ണും കൂടി എങ്ങോട്ടാടാ പോയി രാവിലെ? എങ്ങോട്ടെങ്കിലും പോണ ഏട്ടന്മാരെ. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞാന്റെ സെക്കൻഡ് ഹണിമൂൺ ട്രിപ്പ് തുടങ്ങല്ലേ? എടാ അരുണേ, ഇവർക്ക് കുളു മണാലിയിലേക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? എന്റെ ഏട്ടാ, കുളു മണാലിയൊന്നും വേണ്ട ഏട്ടാ. കേരളത്തിൽ കല്യാണം കഴിയുന്ന എല്ലാ ന്യൂലി മാരീഡ് കപ്പിൾസും അവിടെ കാണും. ഏട്ടാ, ജോർജിയയിൽ ഇപ്പൊ മുടിഞ്ഞ തണുപ്പാ. നമുക്കപ്പോ ഇവരെങ്ങോട്ട് തട്ടിയാലോ? അത് കൊള്ളാം. മാല കൊള്ളാലോ. വജ്രമാലയാണോ? അതെ അപ്പച്ചി. അല്ലെങ്കിലേ സിംഗപ്പൂർ കൊള്ളാം. സിംഗപ്പൂർ ആകുമ്പോ നമുക്ക് ചില ബിസിനസ് ബന്ധങ്ങളും ഉണ്ടല്ലോ. അപ്പൊ സിംഗപ്പൂർ ഫിക്സ്. ശ്യാമേങ്കി വന്നേ. അതെ, വജ്രമാലയ. വജ്രമാലയാണല്ലേ? അതെ അമ്മേ. നോക്കട്ടെ.
നീ എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചു അല്ലേ? ഇല്ല ഇല്ലമ്മ, ഞാൻ ഒരിക്കലും അമ്മയെ വഞ്ചിക്കില്ല. വഞ്ചിച്ചാൽ വസുന്ധരയുടെ മറ്റൊരു മുഖം നീ കാണും. നിന്നെ ഞാനങ്ങ് കൊന്നുകളെ. ആ, മാല കൊള്ളാം കേട്ടോ. ആ എടാ, അപ്പൊ അരുണേ, സിംഗപ്പൂർ തന്നെ ഫിക്സ് ചെയ്യല്ലേ? ഏട്ടാ സിംഗപ്പൂർ ഫിക്സ്. അപ്പൊ സിംഗപ്പൂർ തന്നെ. വരട്ടെ ഏട്ടാ, ഞാൻ പറയാം. നീ പെട്ടെന്ന് പ്ലാൻ. അമ്മ ആ മാല ചോദിക്കേ, സമയം അങ്ങ് പോവാ. ഇതുപോലൊരു മാല കിട്ടാൻ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. എന്റെ അമ്മയ്ക്ക് ഇതുപോലെ 10 വജ്രമാല വാങ്ങിച്ചു തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ലേ? അതല്ലടാ, ഇതുപോലെ ലക്ഷണമൊത്ത മാല കിട്ടണം. ഈ മാല എന്തായാലും ശ്യാമയുടെ കഴുത്തിന് നല്ല ചേർച്ചയാ. അതെ അമ്മേ, ശ്യാമയ്ക്ക് ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ ഇങ്ങിരുന്ന് മുറിയിലോട്ട് വരട്ടെ, ശരിയാക്കി തരാം ഞാൻ. എനിക്ക് എന്താണെന്ന് അറിയില്ല, ചില ആഭരണങ്ങൾ കണ്ട ഇങ്ങനെ മോഹം തോന്നും. അതിനെന്താ അമ്മേ, ഈ മാലയും കമ്മലും ഞാൻ അമ്മയ്ക്ക് തരാലോ. അമ്മേ, എന്റെ മോൻ തന്ന സമ്മാനമായിട്ട് ഞാനിത് സ്വീകരിക്കുന്നു. പകരം നീ എന്ത് ചോദിച്ചാലും ഞാനത് തരും. എന്ത് ചോദിച്ചാലും അമ്മ അത് തരുമോ? തരും, ഉറപ്പാ. നീ ചോദിച്ചോ? ചോദിച്ചാൽ തരുമെന്ന് അമ്മ എനിക്ക് വാക്ക് തരണം. നീ ചോദിക്കുന്നത് എന്തും അമ്മ സമ്മാനമായിട്ട് തരും. ചോദിച്ചോ? ചോദിക്കട്ടെ? എടാ ചോദിക്കടാ, തരും. എങ്കിലേ ഈ വജ്രമാല തന്നെ എനിക്ക് തന്നാ മതി. ദാ, പിടിച്ചോ. അമ്മയുടെ ആഗ്രഹത്തിന് എന്ത് വില അല്ലേ? എന്റെ അമ്മ മേടയിൽ കോലത്ത് വസുന്ധരാദേവിയാ. സംസ്കാരമുള്ള കുടുംബിനിയാ. മകന്റെ ഭാര്യയ്ക്ക് കൊടുത്തത് തിരിച്ചു മേടിക്കാൻ പാടില്ല. ഇനി ആര് പ്രേരിപ്പിച്ചാലും അതിന് തുനിയരുത്. ഒത്തിരി അപമാനിച്ചതാ ഇവളെല്ലാരും കൂടി. ചിലർ മനഃപൂർവം. ഈ വജ്രമാല ഇവളുടെ കഴുത്തിൽ ഞാൻ അണിയിച്ചത് ഒരു അഭിമാനത്തിന്റെ ആഭരണമായിട്ടാ. അത് അവിടെ തന്നെ കിടക്കട്ടെ. തിരിഞ്ഞി എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനിത് എന്തു പറ്റി? എടാ മക്കളെ, ഓടി വാടാ. എന്താ പറ്റി? ചേട്ടാ, ഇവനാകെ റേഞ്ച് പോയിരിക്കുക. കുറ്റം പറയാൻ പറ്റില്ല. ഒരാളെ തന്നെ ഇവൻ 2 ഉഗ്രം കെട്ടല് കെട്ടിയത്. റേഞ്ച് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വിളിച്ചുണർത്തവനെ. എടാ എടാ അഖി, അഖി എവിടെ? പാട്ടെവിടെ? മ്യൂസിക് എവിടെ? പാട്ടോ? ഞങ്ങൾ ഓടി നടന്ന വഴികൾ എവിടെ? ആ പൂമരങ്ങൾ എവിടെ? ഇവനെന്താ തുള്ളൽ പനി പിടിച്ചോ? അല്ല, ഇതേ പ്രണയപ്പനിയാ. കാമുകനെ,
ഉണര് ഉണര്. ഞാനിപ്പോ ഇവിടെയാണോ? ഞാൻ എന്താ പറഞ്ഞേ? നീ ഇവിടെ ഇരുന്ന് പിച്ചുമ്പേയും പറയായിരുന്നു. പാട്ടെവിടെ, മ്യൂസിക് എവിടെ? പണ്ട് ഞങ്ങളുടെ അമ്പലത്തിൽ അരങ്ങേറിയ അഭിജ്ഞാന ശാകുന്തള നാടകത്തിലെ ദുഷ്യന്തനെ പോലെ. ദേ നിന്റെ ശകുന്തള ദേ നിൽക്കുന്നു. എന്റെ ഏട്ടാ, ഇവനിതിന് ചികിത്സ വല്ലതും വേണ്ടി വരുമോ? പ്രണയവട്ടല്ലേ, അതൊക്കെ തന്നെ മാറിക്കോളും. ആ, ഞാനൊരു സ്വപ്നം കണ്ടെങ്കിൽ ഇരുന്നു പോയി ഏട്ടാ. എന്റെ പൊന്നനിയാ, ദേ പട്ടാപ്പകൽ ഇതുപോലിരുന്ന് സ്വപ്നം കാണുന്നതേ വലിയ കുഴപ്പമാ. ദേ നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അമൃതേ വാ. ദാ. പാട്ട് പാട്ട്, ഡാൻസ് ഡാൻസ്. എന്താ ഇത്? ശ്യാമ, നീ ഒന്ന് അടുക്കളയിലേക്ക് വന്നേ. രണ്ടാമത്തെ പ്രാവശ്യവും അവൾ ഇതിനകത്ത് കയറി പറ്റിയതുകൊണ്ട് അവളുടെ അഹങ്കാരം കൂടിയിരിക്കുക. അവള് ചിരിച്ചു നിന്ന് അമ്മയുടെ കഴുത്തറക്കുന്ന പരിപാടികളല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയെ തോൽപ്പിച്ച ഒരു ഭാവം അമ്മ അവൾക്കിപ്പോ. എന്റെ മകനും ഭർത്താവും ഒക്കെ അവൾക്ക് അനുകൂലമായിപ്പോയി. അതാ എന്റെ തല കുനിഞ്ഞു പോയത്. ഞാൻ അല്പം തോറ്റു നിൽക്കുന്നതും അതൊക്കെ കൊണ്ട് തന്നെയാ. അമ്മ ഒരു കാരണവശാലും തോറ്റു കൊടുക്കരുത്. ആനന്ദനിലയത്തിന്റെ അധികാരി എപ്പോഴും വസുന്ധരാ ദേവി തന്നെയാ. അതെന്തിനാ അമ്മ മറന്നു കളയുന്നത്? കണ്ടോ അമ്മ അവളുടെ ധിക്കാരം? അമ്മ വിളിച്ചിട്ട് അവള് വരുന്നുണ്ടോ നോക്കിയേ. അമ്മ ദേ വരുന്നുണ്ട്, ആനന്ദനിലയത്തിലെ കൊച്ചമ്മയെ പോലെ. അമ്മ എന്തിനാ എന്നെ വിളിച്ചത്? നിന്നെ വിളിച്ചിട്ട് അരമണിക്കൂറായല്ലോ. പിന്നെന്താ വരാൻ താമസം? അരമണിക്കൂറോ? അമ്മ ഇപ്പൊ വിളിച്ചതല്ലേ ഉള്ളൂ. നീ എന്നെ തോൽപ്പിക്കുക അല്ലേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? അമ്മ, ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ? ഞാനെന്തിനാ അമ്മ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നേ? അമ്മ എന്താഗ്രഹിച്ചാലും ഞാനും അമൃതേടത്തെയും കൊടുക്കും. പക്ഷേ നീ വജ്രമാല അമ്മയ്ക്ക് കൊടുത്തില്ല. അതൊക്കെ തീർത്ത തീരത്ത പാവമാണെന്നറിയോ? ഭർത്താവിന്റെ അമ്മയേക്കാൾ മുകളിലല്ല ഇതൊന്നും. അത് നീ മറക്കണ്ട. ഞാൻ എന്റെ ഭർത്താവിന്റെ അമ്മയോട് ഒരു ധിക്കാരവും കാണിച്ചിട്ടില്ല. അമ്മ, സത്യത്തിൽ അമ്മ ഒരു പൊട്ടിയ. ഇവള് അഖിയെക്കൊണ്ട് ആ വജ്രമാല വാങ്ങിച്ചതും അത് കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മയുടെ മുമ്പിലൂടെ നടന്നതൊക്കെ ഇവള അമ്മയോട് പ്രതികാരം തീർത്തതായിരുന്നു. അയ്യോ, പ്രതികാരോ? ഞാൻ ഒരുതരം പകവീട്ടല്. അമ്മ നിന്നെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ, അതിന്റെ പകവീട്ടല്. ഐശ്വര്യ എടുത്തി അനാവശ്യം പറയരുത്. നിർത്തടി. എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ മരുമകളോട് തട്ടിക്കറിയലുണ്ടല്ലോ, ഞാനത് സഹിക്കില്ല. അപ്പോ ഞാൻ അമ്മയുടെ മരുമകളല്ലേ? അത് ഞാനൊരു 1000 വട്ടം പറഞ്ഞു കഴിഞ്ഞു. നീ എന്റെ മരുമകളല്ല. നിന്നെ മരുമകളായി അംഗീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ ഹൃദയം അത്ര വിശാലമൊന്നുമല്ല. ഞാനൊരു വിഡ്ഢിയാണെന്നല്ലേ നീ കരുതുന്നേ? നീ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ച അത് വലിയ ആപത്തിലെ ചെന്നവസാനിക്കും. അമ്മ, ആക്കി ഞാനും അരിയാഹാരമൊക്കെ തന്നെയാ മോളെ കഴിക്കുന്നേ. അതുകൊണ്ടേ ഞാൻ പ്രത്യേകം നിന്നോട് പറയാ, അഖിയുടെ ആഹാര കാര്യങ്ങളിൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും നിനക്കൊരു പ്രത്യേക ശ്രദ്ധ വേണം. അമ്മേ, എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ് മനസ്സൊക്കെ ഫ്രഷ് ആയ സ്ഥിതിക്ക് ഞാൻ കുറച്ചു ദിവസം കമ്പനിയിലേക്കൊന്നും പോകുന്നില്ല. ഞാനും ശ്യാമയും കൂടി ഒന്ന് കറങ്ങാൻ പോവാ പുറത്ത്. കറങ്ങാൻ പോവാണെന്നോ? എവിടേക്ക്? ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്നാലും ഞങ്ങളൊന്ന് ചുറ്റിയടിച്ചിട്ട് വരാം. ആ, ദൂരെ വല്ലയിടത്തും പോവാണെങ്കിൽ അമ്മ അറിയിച്ചിട്ടേ പോവുള്ളൂ. തൽക്കാലം ദൂരേക്കൊന്നും പോണ്ട. വല്ല ഇരുട്ടിലും ചെന്ന് പെട്ടാലോ? അങ്ങനെ ഇരുട്ടിൽ പേടിയില്ലമ്മേ. കാവൽ മാലാഖയല്ലേ എന്റെ കൂടെ ഉള്ളത്.
വാ ശ്യാമ. സർ നമുക്കിപ്പോ പോണ്ട. ഇപ്പൊ തന്നെ പോണം. ശ്യാം വന്നേ. സർ വാടോ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. തന്റെ ഭർത്താവ് വിളിക്കുന്നത്. വരാൻ. അമ്മ അത് ഞാനൊരു 1000 വട്ടം പറഞ്ഞു കഴിഞ്ഞു. നീ എന്റെ മരുമകളല്ല. നിന്നെ മരുമകളായി അംഗീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ ഹൃദയം അത്ര വിശാലമൊന്നുമല്ല. എന്താടോ താനെന്തോന്നും മിണ്ടാത്തെ? എന്തേലൊന്ന് പറയടോ. സർ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. പേടിയോ? എന്റെ കൂടെ വരുമ്പോഴോ? സർ നമുക്ക് തിരിച്ചു പോവാം. തിരിച്ചു പോവാനോ? ഇന്ന് അങ്ങനെ പോകുന്ന പ്രശ്നമേ ഇല്ല. താൻ എന്തിനാടോ ശ്യാമ ഇങ്ങനെ പേടിക്കുന്നത്? ശ്യാമേ, താൻ എന്റെ ഭാര്യയല്ലടോ. ഒന്ന് കെട്ടിയിട്ട് മുറുകാഞ്ഞിട്ട് രണ്ടാമത് കെട്ടിയതല്ലേ തന്നെ. തന്റെ മനസ്സിൽ ചില പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. നമ്മളിങ്ങനെ കറങ്ങി നടന്നാൽ എന്റെ അമ്മ എന്ത് പറയുമെന്നുള്ളൊരു പേടി. ഞാൻ തന്റെ അർഹതപ്പെട്ട ഭർത്താവാ. തനിക്ക് എന്റെ മേൽ അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോ ഈ പേടിയൊക്കെ പോവും. എന്താ ജഗൻ? ദേ അഖില് പോകുന്നു. അവന്റെ കൂടെ ശ്യാമിയുണ്ട്. ഏയ് ജഗൻ വേണ്ട, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ജഗൻ, ഇത് പബ്ലിക് പ്ലേസ് ആണ്. ഒരു ഇഷ്യൂ ഉണ്ടായാൽ അതൊക്കെ വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ആ രണ്ടെണ്ണത്തിനെ തട്ടിയിട്ട് സെൻട്രൽ ജയിലിൽ പോയാലും വേണ്ടില്ല. ജഗൻ വേണ്ട, ഞാൻ പറയണൊന്ന് കേക്ക്. നമുക്ക് പോവാം, വണ്ടി തിരികെ. ഇല്ല മായേ, എനിക്കിനി സഹിക്കാൻ വയ്യ. അവന്റെ ഈ ജയം കണ്ട് ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഇന്ന് രണ്ടെണ്ണത്തിനെ ഞാൻ കൊല്ലൂ. ജഗൻ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നമുക്ക് മറ്റൊരു അവസരത്തിലാവാം. മായ അടങ്ങിയിരിക്കും. നല്ലൊരു വക്കീലും കാശുകൊണ്ടെങ്കിൽ ഏത് കേസിൽ നിന്നും ജഗന്നാഥൻ ഊരിപ്പോരും. കാശുകൊണ്ട് എന്റെ കയ്യിൽ വക്കീലും ഉണ്ട്. എന്തായാലും ഇന്ന് രണ്ടിന്റെ അന്ത്യം കണ്ടിട്ട് ഞാൻ തിരിച്ചു മടങ്ങും. ജഗൻ പ്ലീസ് വേണ്ട. ഒന്ന് ചുമ്മാ ഇരിക്കുമായേ. ജഗൻ വേണ്ട. ജഗനെ തോൽപ്പിച്ചിട്ട് ഇവിടെ ആരും വാഴണ്ട.